ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ജോലി തിരക്കുകൊണ്ടും വീടിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടും നമുക്കങ്ങനെ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. ഇത് ഞാനൊരു ഹോബിക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ്, സമയം കളയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം തീരെ സമയം കിട്ടുന്നില്ലെന്ന് വേണം പറയാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കേരള സ്റ്റോറിയെക്കുറിച്ചാണ്. നിങ്ങളീ കാണുന്ന വീഡിയോയും ഞാൻ പറഞ്ഞ കാര്യം തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന നല്ല നല്ല കാഴ്ചകളാണ്. ഈ അമ്പലത്തിൻ്റെ ഈ മതിലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൽമരത്തിൻ്റെ വേരുകളാണ് ഇതിലെ ഹൈലൈറ്റ്. നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ ഭംഗി. ഞാൻ അത്ര നല്ല വീഡിയോഗ്രാഫറൊന്നും അല്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ തുടങ്ങിയപ്പം ചെറിയ രീതിയിലൊക്കെ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകളുണ്ട് കേട്ടോ. പലപ്പോഴും വീഡിയോകൾ ഞാൻ ചിത്രീകരിക്കുമ്പം ചിന്തിക്കാറുണ്ട്, ചില കാര്യങ്ങൾ പറയാൻ മറന്നു പോകുന്നു. മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ വീടിൻ്റെ പണി മൂലവും എൻ്റെ ജോലിയുടെ തിരക്കുകൾ കൊണ്ടും എനിക്കതിന് പലപ്പോഴും സാധിക്കാറില്ല. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്നറിയില്ല, അങ്ങനെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കുറച്ച് നല്ല അനുഭവങ്ങളും അതിലുപരി മോശമായ അനുഭവങ്ങളുമാണ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പലർക്കും പലതായിരിക്കുമല്ലേ. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം കർമ്മ എന്ന പ്രതിഭാസത്തിലാണ്, കർമ്മയിലാണ് എനിക്ക് വിശ്വാസം. കാരണം നമ്മളൊരാൾക്ക് എന്ത് ചെയ്യുന്നു അത് തിരിച്ച് നമുക്കതുപോലെ തന്നെ കിട്ടിയിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ഞാൻ 2-3 വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കാണുന്നുണ്ട്, അതിലുപരി നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരും കാണുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവർ കാണുന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. എന്നാൽ നെഗറ്റീവ് ആൾക്കാരായിട്ടത് കാണുന്നതിനെന്നറിയോ, ഇത് കണ്ടിട്ട് കുറ്റം പറയണം, അത് മാറി നിന്ന് കുറ്റം പറയണം. കാരണം ഇവരൊക്കെ ഓപ്പണായിട്ട് കുറ്റം പറയുവാണെങ്കിൽ പേരുള്ള പ്രൊഫൈലിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് രഹസ്യമായിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ചിരിക്കുക. അങ്ങനെയുള്ളവരെ എനിക്കറിയാം, പേര് ഞാൻ എടുത്ത് പറയുന്നില്ലെന്ന് മാത്രം. വേറെ ചിലരുണ്ട് നമ്മുടെ തോളിലൊക്കെ തട്ടി സ്നേഹവിവരങ്ങളൊക്കെ തിരക്കി നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ പിന്നിൽ നിന്ന് കുത്തും, ചില രാഷ്ട്രീയ നേതാക്കളെ പോലെ. ക്ഷമിക്കണം കേട്ടോ, വിഷയത്തിൽ നിന്ന് അറിയാതെ തെന്നി മാറി. ഇനി വീട്ടിൽ തന്നെ ഒരാൾ കാത്തിരിപ്പുണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബാക്കി വീട്ടിൽ കാണാം. അങ്ങനെ എത്തിയപ്പോൾ ഉടനെ താണ്ട ഈ പറയുന്നതാണ് കളി. ഓക്കെ, ഞാൻ ഇരിക്കാം. ഇരുന്നു. ഞാനോ? ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ മുമ്പിൽ അവരുടെ സൂപ്പർമാനും സ്പൈഡർമാനും അവരുടെ ഹീറോ എല്ലാം അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കും അല്ലേ. അടുത്ത കലാപരിപാടി തുടങ്ങി കേട്ടോ. കരടിയോ? ഇതിനകത്തൊന്ന് വരയ്ക്കുന്നേ, നോക്കട്ടെ. എന്തോ ഇത്? അങ്ങനെ ഐഷു കാര്യമായിട്ട് കരടിയെ വരയ്ക്കുകയാണ്. ഞാനൊരു സൈഡിൽ നിന്ന് പുള്ളിക്കാരിയെ കളിയാക്കുന്നുണ്ട്. ഇതാണോ കരടി എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കണ്ട കണ്ടോ. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഒരുങ്ങി. പെരുന്നാളാണ്. ഈ ഇട്ടേക്കുന്ന ഡ്രസ്സൊന്നും പുതിയതായിട്ട് എടുത്തല്ല കേട്ടോ. അതുമാത്രമല്ല, ഇത് ചെന്നൈ എക്സൽസിൻ്റെ പരസ്യമല്ല. ഇട്ട് വന്നപ്പോൾ എല്ലാവരും ചുവപ്പായി. പോകുന്നത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്, ഷിബുമാമൻ്റെ. ഈ വരുന്നതാണ് ഷിബുമാമൻ, പത്തനാപുരംകാരുടെ സ്വന്തം പച്ചക്കറി ഷിബു. ഷിബുമാമൻ്റെ കഥയിലെ നായികയാണത് കേട്ടോ. എൻ്റെ അമ്മയാണ് വിളിക്കുന്നത്, എപ്പോൾ വരുമെന്നറിയാൻ. ഷിബുമാമൻ്റെ ചിന്ത കണ്ടില്ലേ, ഇന്നത്തെ പെരുന്നാൾ കഴിഞ്ഞു, അടുത്ത കലാപരിപാടി എന്താണെന്നുള്ളതാണ്. ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാം ശരിയാകും മാമ. ഷിബുമാമൻ അറിയില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന കാര്യം. അതിനുശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് കയറി. സത്യം പറയാലോ, ഒരു രക്ഷയുമില്ലാത്ത ആഹാരമാണ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇറച്ചിക്കറിയാണ് ഹൈലൈറ്റ്, പിന്നെ അവിയലും. ശിവമാമൻ ഇങ്ങനെയാണ്, നമ്മൾ കഴിച്ചു തീരാൻ സമ്മതിക്കത്തില്ല, പിന്നെയും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. മിന്നുവിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനിടയിൽ മറ്റൊരാളെ കണ്ടോ, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ എൻ്റെ ദേഷ്യം പുള്ളിക്കാരുടെ മുഖത്ത് നല്ലപോലുണ്ട്.
അതിലുപരി ഐഷുവിന് ഈ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഐഷുവിന് ഐഷുവിൻ്റെതായ പ്രൈവസി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം മിന്നുവിൻ്റെ മനസ്സിലുള്ള സംശയം എന്നറിയോ, ആൻറ്റി ഇതെല്ലാം ഒറ്റയ്ക്ക് വെച്ചതാണോ, എങ്ങനെ പറ്റുന്നു ആൻറ്റി ഈ ഗ്യാസില്ലാത്ത സമയത്ത്? അപ്പോൾ പറയുന്നതിന് മറുപടി കേട്ടില്ലേ, പണ്ട് മുതലേ ഉള്ള ശീലമാണ്. പിന്നല്ല. അങ്ങനെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വന്ന കേരള സ്റ്റോറി, അത് ഞാൻ ഈ പെരുന്നാൾ കൂടിയതോ കറങ്ങി നടന്നൊന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിലുപരി കൂടുതലും മോശ സമയങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയമായി ഉണ്ടായ അനുഭവങ്ങളാണ് അതിലേറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തെ ബാധിച്ചത്. മതിയായ പക്വതയില്ലാത്ത സമയത്തെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ കുടുംബത്തെയും വലിയ രീതിയിൽ ബാധിച്ചു. അതിനെക്കുറിച്ച് പിന്നീടൊരിക്കലാവാം. ആ സമയത്ത് എൻ്റെ അച്ഛനെ താങ്ങായത് ശിവവാമനെ പോലുള്ള കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ്. ഇവരൊന്നും ജാതിയോ മതമോ മറ്റൊന്നും നോക്കാതെ ആപത്ത് ഘട്ടങ്ങളിൽ ഇറങ്ങി വരുന്ന നല്ലവരായ മനുഷ്യരാണ്. ഇങ്ങനെ അടങ്ങുന്ന ഒരു സമൂഹം, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്നിങ്ങനെ വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സമൂഹത്തോടൊപ്പമാണ് ഞാൻ വളർന്നു വന്നത്. എനിക്കറിയാവുന്ന കേരള സ്റ്റോറിയും അതാണ്. കേരളത്തിൽ പലയിടത്തും ഇങ്ങനെയാണ്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടിട്ടുണ്ടെന്ന്. ഈ നല്ലവരായ മനുഷ്യരുടെ മനസ്സാണ് ദൈവം. എല്ലാവർക്കും നന്ദി.